ഹലോ ഗായ്സ്, ഞാൻ യൂറോ 2023-2024 കളിക്കുകയാണ്. അതായത് വേറൊന്നുമില്ല, ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നത് റൊണാൾഡോ ഒരു സ്കില്ലാണ്, മോനെ സീൻ സ്കില്ലാണ് ഗായ്സ്. ഇതാണ് റൊണാൾഡോ ഒരു സ്കില്ല്. ഒരു ഗോൾ നോക്കാൻ പറ്റുകയാണെങ്കിൽ കിട്ടും. മോനെ സീൻ ഗോൾ ലൈക്ക് ദീസ് ഗോൾ. റൊണാൾഡോ പാസ് കൊടുക്കാൻ കരുതിയാണ്, പക്ഷെ നടന്നില്ല. ഓക്കെ, നമ്മൾ ഒരു റൗണ്ട് ഓഫ് 60 എത്തി. ഇപ്പം കളിച്ച് വന്നു. ഓക്കെ, ക്രിസ്ത്യാനോ ലൈക്ക് ദിസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഒരു ഗോൾ അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കിടിലായിരുന്നു. ഗോൾ അടിച്ചു, ഒരു ഗോൾ അങ്ങനെയാണ് അടിച്ചത്. നോക്കാം, അങ്ങനെ വീണ്ടും ഒരു ഗോളും കൂടെ അടിക്കാൻ പറ്റുകയാണെങ്കിൽ കൊള്ളായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഗൈസ് തോന്നുന്നു. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ സീനാണ്. ഇതിൽ സീനാണ്, സത്യം പറഞ്ഞല്ല. കാർഡ് പൊളിയാണ്. ബേസിക്കലി കാർഡ് ഞാൻ കരുതി അലിമ്പായിരിക്കുന്നു, പക്ഷേ അലിമ്പൊന്നുമല്ല, സീൻ കാർഡാണ്. ഗോൾ! That a goal, guys. That a goal. Yes, guys. That a goal, guys. അപ്പോൾ ഇതിൽ റൊണാൾഡോയുടെ സ്കില്ലാണ് ഗൈസ്, സത്യം പറയാമല്ലോ. റൗണ്ട് 60 എത്തി. ഇനി അടുത്ത് കളിക്കണം. കളിച്ച് ഫൈനലെത്തി ജയിക്കാൻ നോക്കാം. യൂറോ 2024. ഇനിയിപ്പോൾ ഇതേപോലത്തെ യൂറോ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ ടഫ് കളിക്കുന്നതായിരിക്കും, ഏറ്റവും ടഫ്. അതായത് ഏറ്റവും ടഫ് കളിക്കുകയായിരിക്കും ഗൈസ്. ഏറ്റവും ടഫ് ഗെയിം, അതായത് ഏറ്റവും ടഫ്, ഇതിൽ ഏറ്റവും ലെവൽ ഓഫ് ടഫ് ഞാൻ കളിക്കുന്നതായിരിക്കും. ടഫിൻ്റെ ലെവൽ കളിക്കും, മാക്സിമം കൂട്ടി വെച്ച് ഞാൻ കളിക്കും ഗൈസ്. ടഫായിട്ടുള്ള ഗെയിം അതിലാരൊക്കെ ജയിക്കുന്നു നോക്കാം. അത് ഞാൻ സ്പിൻ ചെയ്യുകയെന്ന് വെച്ചാൽ മനസ്സിലായി ഗൈസ്. അതായത് ഞാൻ ഇങ്ങനെ കളിക്കാതിരിക്കും. തനിയെ യൂറോ എത്ര വരെ പോകുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഞാൻ അതിൻ്റെ വീഡിയോ പകുതിയിൽ എടുത്ത് വെച്ച് ഇടും. നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാൽ ഞാൻ ഇടാം. മനസ്സിലായ ഗൈസ്? അതായത് ഇടയിൽ ജലദോഷമില്ല, ചെറിയൊരു കഫം. അപ്പം എന്തു പറയണം, അതൊക്കെ തന്നെ, വേറൊന്നുമില്ല പറയാം. പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇടാം യൂറോ കേട്ടോ, പറയുകയാണെങ്കിൽ ഇടാം. പിന്നെ റൊണാൾഡോയുടെ സ്കില്ലൊക്കെ കിട്ടില്ലാണ്, പക്ഷെ റൊണാൾഡോയ്ക്ക് അത്ര ഫിസിക്കലില്ല. ഇതിൽ ഒരു കളിയിൽ ഒരു 60 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ റൊണാൾഡോ പോവും, ബെഞ്ചിലോട്ട് പോകും തിരിച്ച്. അത്രയാണ്. ഫിസിക്കലിൻ്റെ ചെറിയൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ബാക്കി എല്ലാം കൊണ്ട് ഒരു കിടിലൻ കാർഡാണ് റൊണാൾഡോ. കാരണം സ്കില്ലൊക്കെ എന്ന് വെച്ചാൽ പക്ക സ്കില്ലാണ്. എന്താ പറയുക, എല്ലാം നമ്മളെ വിനീഷ്യസിനുള്ള സ്കില്ലാണ്. വിനീഷ്യസ്, നെയ്മർ അവർക്കൊക്കെ ഉള്ളൊരു സ്കില്ലാണ് റൊണാൾഡോയ്ക്കുള്ള സ്കില്ല്. ഇതിൽ ഒരു സ്ട്രൈക്കർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്കില്ലാണ്. ഏത് പ്ലേയേഴ്സിനെയും ഒന്നും കഷ്ടപ്പെടുത്താൻ പറ്റും. ഞാനൊരു മെസ്സി ഫാനാണെങ്കിൽ പോലും റൊണാൾഡോയുടെ ഈ കാർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പെപ്പെ കിടിലാണ് കേട്ടോ. ഇതിൽ 90 റേറ്റിംഗ് ഉണ്ട്. മറ്റേ റൊണാൾഡോ 92. പെപ്പെ സീനാണ് ഇതിൽ 92. റൊണാൾഡോ പെപ്പെ കിടിലാണ്. പെപ്പെ അടിച്ച് ഗോൾ കണ്ട എത്ര ദൂരത്തിൽ നിന്ന്. സീൻ ഞാൻ കണ്ടില്ല, ആദ്യം ഞാൻ നോക്കിയില്ല, ഇപ്പോൾ ഞാൻ കണ്ടത്. സീൻ പെപ്പെ പൊളിയാട്ടെ. എത്ര വയസ്സായ ഒരാൾ ഇതിൽ കാർഡിൽ കിടിലം. ഇതാദ്യമായിട്ട് ഡിഫൻസിനൊക്കെ പക്ക. ഫൈനലിനായിപ്പം കഴിഞ്ഞ കളിയിൽ നോക്കാൻ വേണ്ടിയിരുന്ന കളിയായിരുന്നു. ജസ്റ്റ് മിസ്സിൽ പെപ്പ വന്നാൽ ഞാൻ അടിച്ച കളിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇനിയും യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്നു. കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഫ്രീ. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈക്കും ചെയ്തു ഇഷ്ടപ്പെട്ട. അത്ര തന്നെ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ യൂറോ 2024 വിശേഷങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. അതായത് ഓരോ ദിവസം ഓരോ കളി വെച്ച് ഫൈനൽ വരെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ റൗണ്ട് ഓഫ് 60 എത്തി. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ഫൈനൽ കളിച്ചിട്ട് ഈ ഗെയിം ഇവിടെ അവസാനിപ്പിക്കുന്നുള്ളൂ. എന്തായാലും കുറച്ച് ഇത് പോവും. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, ബൈ. ഓക്കെ, കുറച്ച് ലാഗ് അടിക്കുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇപ്പം നടത്തണത്. കാര്യം തന്നെ ഫൈനലിൽ ഇനി കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പാട്ടായിട്ട് ഇടാം. ഓക്കെ, ഇത് ഫസ്റ്റ് പാട്ട്. ഇതിപ്പോൾ ഈ കളി ചെയ്യുന്നതോടെ ഞാൻ നിർത്തും. അടുത്ത സെക്കൻഡ് പാട്ടിടാം. റൊണാൾഡോ മോനെ സീൻ. റൊണാൾഡോ അടിക്കേണ്ടിരുന്നായിരുന്നു. റൊണാൾഡോ അടിക്കേണ്ടിരുന്നായിരുന്നു. അവിടെ അങ്ങ് അടിച്ചിരുന്ന സീനായിരുന്നേനെ, പക്ഷെ അടിക്കേണ്ടിരുന്ന തട്ടിത്തെറിച്ച് അവൻ്റെ അടുത്ത് പോയി. കൊള്ളാം. റെഡ് പതാക.
റൊണാൾഡോ പോയി, ഞാൻ പറഞ്ഞില്ല ഗൈസ്. 75ാമത്തെ മിനിറ്റൊക്കെ ആയപ്പോൾ റൊണാൾഡോ പോയി. റൊണാൾഡോയ്ക്ക് അത്ര ഫിസിക്കലില്ല ഈ ഒരു കാർഡിൽ. കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം ആവറേജാണ്. ആവറേജാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഭയങ്കര സീനൊന്നും പറയില്ല. എനിക്ക് റൊണാൾഡോയുടെ കാർഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓഫ് സൈഡ്. ഈ റൊണാൾഡോയുടെ കാർഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗൈസ്. നമ്മളിങ്ങനെ വരണത്, നമ്മൾ ഇത് കഴിയുമ്പോൾ ഗോളടിച്ചിട്ട് യൂറോ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരും, യൂറോൻ്റെ ഇത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അത്. പെപ്പെ കൊള്ളാം കേട്ടോ, അത് നല്ല ഡിഫെൻഡിങ് ഉണ്ട്. ഓ പെപ്പെ വരെ കിട്ടില്ല മോൻ്റെ പിന്നെ. പെപ്പെ തന്നെ ഇതൊക്കെ ചെയ്തത്. ഓക്കെ, ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ അടിക്കാൻ പറ്റുകയാണ് ഗോൾ. സീന് ഗോളായിരുന്നു നിങ്ങൾ കാണുന്നത്. അതായത് അത്രയും ദൂരെ നമ്മൾ അടിച്ച് ഷോട്ട് തട്ടിത്തെറിച്ച് അവൻ്റെ കാലിൽ ഒന്നും അവ ഒരു കിട്ടില്ല ഷോട്ട്. 0 ഗൈസ്. 7-0. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. 7-0 ഓക്കെ. ഇനി ഏറ്റവും പാടുള്ള ടഫ് പൊസിഷനിലിട്ട് ഞാൻ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ഓരോ വീഡിയോസായിട്ട് ഫൈനൽ വരെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു.